സോ അഗെയിൻ വെൽക്കം ബാക്ക്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇതിനകത്തുള്ള 2 ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് കൾച്ചറൽ ആൻഡ് റിലീജിയസ് കൺസിഡറേഷൻ ഇൻ ചൈൽഡ് കെയർ എന്നാണ്. ടോട്ടൽ ഇതിനകത്തും 10 മണിക്കൂർ ടീച്ചിങ്ങും 10 മണിക്കൂറിലാണ് ഇങ്ങനെ ലാബ്. 10 മണിക്കൂറിൻ്റെ ഒരു ടോപ്പിക്കാണിത്. നമ്മൾ ഓൾറെഡി കുറച്ച് സമയം കഴിഞ്ഞു, തീരും. നമ്മൾ അത്ര സമയമൊന്നും എടുക്കത്തൊന്നുമില്ല. ആൻഡ് കൾച്ചറൽ ആൻഡ് റിലീജിയസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞിന് ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്ന സമയത്ത് അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ആസ്പെക്റ്റിനെ മാനിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം കൾച്ചറലി സാംസ്കാരികവും മതപരമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള കൺസിഡറേഷൻ ചൈൽഡ് കെയർ ആണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന പ്രാക്ടീസ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇപ്പം മതപണ്ഡിതർ പറയും ഒന്ന് വെയിറ്റ് ചെയ്യണം, ഇപ്പം കൊടുക്കാനായിട്ട് പറ്റൂല. അപ്പോഴത്തേക്കും ഓൾറെഡി കുഞ്ഞ് വന്നു, 1 മണിക്കൂർ കഴിഞ്ഞു ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാനായിട്ടുള്ളത്. പിന്നെ അവർ അപ്പം ഞാൻ കേട്ടൊരു കഥയാണ്. അപ്പം ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ പറഞ്ഞു, അവർ ഇതേപോലെ ആളുകൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, 3 മണി കഴിഞ്ഞിട്ട് കൊടുക്കാം. ഓൾറെഡി ഡെലിവറി കഴിഞ്ഞ് 1 മണിക്കാണ്, പിന്നെ 3 മണിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു, പിന്നെ 5 മണിക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നോർത്ത് ഇന്ത്യയിലാണ് ഈ സംഭവം നടക്കുന്നത്. സോ ഫീഡിങ് പ്രാക്ടീസസ് ആണെങ്കിലും ഡിസിപ്ലിൻ സ്റ്റൈല്, ഹെൽത്ത്, ബിലീഫ് ആൻഡ് കമ്മ്യൂണിക്കേഷന് വരുന്നത് ഇതിനകത്താണ്. എന്താണ് കൾച്ചറിനകത്ത് ഒരു കെയർ ഗീവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മീൻസ് ബീങ് അവെയർ ഓഫ് ആൻഡ് അക്കോമഡേറ്റിംഗ് സ്പെസിഫിക് ആയിട്ടുള്ള റിലീജിയസ് പ്രാക്ടീസസ്, അതായത് ഡയറ്ററി ലോസ് എങ്ങനെയാണ്, ബർത്തിൻ്റെ ടൈമിലുള്ള റിച്വൽസ്, ഇതെല്ലാം കൾച്ചറൽ നോസ് ഇൻ ഫാമിലി ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് പ്ലാൻസ്. ഫീഡിങ് പ്രാക്ടീസസും ഡിസിപ്ലിൻ ആയിട്ടുള്ള സ്റ്റൈൽസും ഹെൽത്ത് ബിലീഫും കമ്മ്യൂണിക്കേഷനും ഒക്കെ പറയുന്നുണ്ട്. ഇനി കൾച്ചറൽ കൺസിഡറേഷനകത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, ആശയവിനിമയം ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് ഓരോരുത്തർക്കും വെവ്വേറെയാണ്. നമ്മളെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും അവിടെ അടി നടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. യൂസിങ് ആൻ ഇൻ്റർപ്രറ്റർ ഫോർ ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ ആസ് സം കൾച്ചർ ഹാവ് ഡിഫറെൻറ്റ് വേസ് ടു കമ്മ്യൂണിക്കേറ്റ്. ചില കൾച്ചറിൽ വ്യത്യസ്ത രീതിയിൽ നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരിടയ്ക്കൊരു ഇൻ്റർപ്രറ്ററിനെ വയ്ക്കാം. And discipline. Some culture may favor structured discipline while others may be more permissive. പിന്നെ ജനറൽ റോൾ എന്ന് പറയുന്നത് കൾച്ചറൽ വ്യൂ ആൻഡ് ജനറൽ റോൾ ക്യാൻ ഇമ്പാക്ട് ഹൗ ചിൽഡ്രൻസ് ആർ റേസ്ഡ്. എങ്ങനെയാണ് കുഞ്ഞിനെ വളർത്തുന്നതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഹെൽത്ത് ബിലീഫ്. ഫാമിലി മേ ഹാവ് ബിലീഫ് അബൌട്ട് ഹെൽത്ത് ആൻഡ് ഇൽനെസ് ദാറ്റ് ഇൻകോർപ്പറേറ്റ്. ഫാമിലിക്ക് മേ ഹാവ് എ ബിലീഫ് ഓഫ് അബൌട്ട് ഹെൽത്ത്, അതേപോലെ തന്നെ ഇൽനെസ്സിനെ കുറിച്ച്. ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, റിലീജിയസ് കൺസിഡറേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ദ ഹെഡിങ് പഠിക്കാൻ തൽക്കാലം. കമ്മ്യൂണിക്കേഷൻ ഏതിനകത്ത് വരുന്നത് കൾച്ചറൽ കൺസിഡറേഷനകത്ത്. ഓക്കെ, കൾച്ചറൽ ആൻഡ് റിലീജിയസ് കൺസിഡറേഷനകത്ത് കൾച്ചറൽ കൺസിഡറേഷനകത്ത് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ, ഡിസിപ്ലിൻ, ജെൻഡർ റോൾസ്, ഹെൽത്ത് ബിലീഫ്സ്, ദെൻ ഡിസിഷൻ മേക്കിംഗ്. ദെൻ റിലീജിയസ് കൺസിഡറേഷന് വരുന്നതാണ് ഡയറ്ററി പ്രാക്ടീസസ്, ബർത്ത് ആൻഡ് നെയിമിങ് റിച്വൽസ്. പിന്നെ ഇപ്പം തന്നെ കുറേ ഇടത്തൊക്കെ ഇപ്പം നമ്മുടെ പുതിയ ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ മക്കൾക്ക് പേരിടുന്ന സമയത്ത് ഒരു മതത്തിലും വരാത്ത രീതിയിലുള്ള പേരിടും. ചിലയിടങ്ങളിൽ നമ്മൾ പാരൻസിന് മാത്രമല്ല അറിയാവുള്ളൂ കുഞ്ഞിന് എന്ത് പേരിടുന്നു എന്ന്. പേരിടുന്ന സമയത്ത് അവർ ആദ്യം നോക്കുന്നത് കൊച്ചിൻ്റെ ജാതി എന്താണെന്നാണ്. അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതൊക്കെ. അതായത് ആ ഒരു റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട പേരാണോ കൊച്ചിനുള്ളത് എന്നൊക്കെ ചിന്തിക്കും അവർ. ബാഡ് നോക്കൽ. റിലീജിയസ് കൺസിഡറേഷനകത്ത് വരുന്നതാണ് ഡയറ്ററി പ്രാക്ടീസസ്, ബർത്ത് ആൻഡ് നെയിമിങ് റിച്വൽസ്, പ്രേയേഴ്സ് ആൻഡ് സ്പിരിച്വൽ നീഡ്സ്.
ദെൻ ഹ്യൂമിലിറ്റി ആൻഡ് എൻഡ് ഓഫ് ലൈഫ് കെയർ. ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ഹ്യൂമിലിറ്റി ഇൻക്ലൂഡ് പ്രിഫറൻസ് ഫോർ ഹെൽത്ത് കെയർ, മീൻസ് ഹെൽത്ത് കെയർ പ്രിഫറൻസുകളൊക്കെ നോക്കുന്നു. ആൻഡ് എൻഡ് ഓഫ് ലൈഫ് കെയർ, ആളുകൾ മരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഡെത്ത് കെയർ ചെയ്യുമ്പോൾ ക്രിസ്ത്യൻസിന് ഒരു രീതിയായിരിക്കും, ഹിന്ദുസിന് മറ്റൊരു രീതിയായിരിക്കും. അപ്പം ഹെൽത്ത് കെയർ എൻഡ് ഓഫ് ലൈഫ് കെയർ റിച്വൽസ് വെവ്വേറെയാണ്. സോ റിലീജിയസ് കൺസിഡറേഷനകത്ത് വരുന്നതാണ് ഡയറ്ററി കൺസിഡറേഷൻ, നെയിമിങ്, ബർത്ത് ആൻഡ് നെയിമിങ്, അവിടുത്തെ പ്രേയേഴ്സ് ആൻഡ് സ്പിരിച്വൽ നീഡ്സ്, ഹ്യൂമിലിറ്റി, എൻഡ് ഓഫ് ലൈഫ് കെയർ. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് പീഡിയാട്രിക് നഴ്സിംഗ്. ഇതും ടെക്സ്റ്റിൽ സിലബസിൽ ആസച്ച് അങ്ങനെ കൊടുത്തിട്ടില്ല, ബട്ട് വി ഹാവ് ടു ലേൺ. പ്രിൻസിപ്പിൾസ് ഓഫ് പീഡിയാട്രിക് നഴ്സിങ്ങിനകത്ത് വരുന്നത് ദർ ഇസ് എ തെറാപ്യൂട്ടിക്കൽ റിലേഷൻഷിപ്പ്, പിന്നെ ഫാമിലി അഡ്വക്കസി ആൻഡ് കെയറിങ്, ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ, ഹെൽത്ത് ടീച്ചിങ്, ഇഞ്ചുറി പ്രിവെൻഷൻ, സപ്പോർട്ട് ആൻഡ് കൗൺസിലിംഗ്, കോർഡിനേഷൻ, കൊളാബറേഷൻ ആൻഡ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. തെറാപ്യൂട്ടിക്കൽ റിലേഷൻഷിപ്പ് എസെൻഷ്യൽ ഫൗണ്ടേഷൻ ഫോർ പ്രൊവൈഡിങ് ഹൈ ക്വാളിറ്റി കെയർ. നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. അത് പീഡിയാട്രിക് നേഴ്സ് നീഡ് ടു ഹാവ് മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് വിത്ത് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി. ചിൽഡ്രൻസായിട്ട് ഫാമിലി ആയിട്ട് ഒരു അർത്ഥവത്തായിട്ടുള്ള ബന്ധം ഇറ്റ് ഹാവ് ടു ബി. Then family advocacy and caring. Advocacy include involving ensure that the families are aware of all the available health services. എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ള ഹെൽത്ത് സർവീസ് അതിനെക്കുറിച്ച് എല്ലാം ഫാമിലിക്ക് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് ഡിസീസ് പ്രിവെൻഷനും ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ. കൃത്യമായിട്ട് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്തെന്നുണ്ടെങ്കിൽ നേഴ്സിന് ഇൻ്റർവെൻസസ് ഡയറക്റ്റ്ലി ഓർ റെഫർ ദ ഫാമിലി ടു അതർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നമ്മൾ അത്രയും കോമ്പീറ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഹെൽത്ത് ടീച്ചിങ് ഇൻവോൾവ് പ്രൊവൈഡിങ് യൂസേജ് അല്ലെങ്കിൽ യൂസ് ഓഫ് അപ്രോപ്രിയേറ്റ് നോളേജ്, ദെൻ ന്യൂട്രീഷൻ, ഹൈജീൻ എന്നീ ടോപ്പിക്സൊക്കെ ആൻഡ് എംപവർ ദ ചൈൽഡ് ടു ഡു സെൽഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഇംപ്രൂവ് ദ ലോങ് ടേം ഹെൽത്ത് ഔട്ട്കംസ്. ഇഞ്ചുറി പ്രിവെൻഷനകത്ത് ഹാൻഡിലിങ് അഡോളസൻസും ടോഡ്ലേഴ്സും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്ത് ടിപ്സൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ദെൻ അടുത്ത വരുന്നതാണ് സപ്പോർട്ട് ആൻഡ് കൗൺസിലിംഗ്. ഓഫർ സപ്പോർട്ട് ബൈ ലിസണിങ്. അവരെ ഒന്ന് കേൾക്കാനും അവരെ ഒന്ന് ടച്ച് ചെയ്യാനും ആൻഡ് ബീങ് ഫിസിക്കൽ പ്രസൻസ് അവർക്ക് കൊടുക്കണം. ടച്ച് ചെയ്യാൻ ഇൻ ദ സെൻസ് ഗുഡ് ടച്ച്. ദെൻ കോർഡിനേഷൻ ആൻഡ് കൊളാബറേഷൻ. നഴ്സുമാർ ബാക്കിയുള്ള ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വേണം വർക്ക് ചെയ്യേണ്ടത്. ദെൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഓട്ടോണമി, നോൺ മാലിഫിക്കൻസ്, ജസ്റ്റിസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് പീഡിയാട്രിക് നഴ്സിങ്ങിനകത്ത് വരുന്നത്. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്ന്? ഓക്കെ, ഒരു തെറാപ്യൂട്ടിക്കൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും. ആൻഡ് ഫാമിലി അഡ്വക്കസി, ദെൻ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യും ആൻഡ് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യും. ദെൻ ഹെൽത്ത് ടീച്ചിങ്. ഓക്കെ, ദെൻ ഇഞ്ചുറി വരുന്നെങ്കിൽ ഇഞ്ചുറി പ്രിവെൻഷൻ, ദെൻ സപ്പോർട്ട് ആൻഡ് കൗൺസിലിംഗ്, കോർഡിനേഷൻ ആൻഡ് കൊളാബറേഷൻ, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. സോ മൊത്തത്തിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പീഡിയാട്രിക് നഴ്സിങ്ങിനകത്ത് വരുന്ന പോയിന്റുകളാണ്. ഒന്ന് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ്, പിന്നെ ഹെൽത്ത്, നമ്മുടെ അഡ്വക്കസി ഉണ്ട്, പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് ആൻഡ് ഹെൽത്ത് മെയിൻ്റനൻസ്, ദെൻ ഹെൽത്ത് ടീച്ചിങ് കൊടുക്കുന്നത്, ഇഞ്ചുറി പ്രിവെൻഷൻ, സപ്പോർട്ടിങ് ആൻഡ് കൗൺസിലിങ്, ഇവരായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്, ആൻഡ് പ്രോപ്പറുള്ള എത്തിക്കൽ ഡിസിഷൻ മേക്കിങ്. ഇതിനകത്താണ് നോൺ മാലിഫിക്കൻസ് ഒക്കെ എഴുതാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കൾച്ചറൽ ആൻഡ് റിലീജിയസ് കൺസിഡറേഷൻ ഇൻ ചൈൽഡ് കെയർ. പിന്നെ നമ്മൾ പഠിച്ചത് പ്രിൻസിപ്പിൾസുമാണ് പഠിച്ചത്. ഇനി നമ്മുടെ സിലബസിൽ ടോപ്പിക് എന്ന് വെച്ചാൽ നാഷണൽ പോളിസി ആൻഡ് ലെജിസ്ലേഷൻ ഇൻ റിലേഷൻ ടു ചൈൽഡ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ എന്ന ടോപ്പിക്കാണ്. സോ അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം, സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം.
ഇനി നാഷണൽ പോളിസി ഫോർ ചൈൽഡ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഇൻ ഇന്ത്യ ആർ ബേസ്ഡ് അപ്പോൺ ദ നാഷണൽ പോളിസി ഫോർ children's and involve several key legislative acts and programs such as Juvenile Justice Act, ICD programs. Okay, this provide comprehensive health care, nutrition, education, protection and for all children. എല്ലാ ചിൽഡ്രൻസിനും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യും, എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. കൊണ്ടുവന്ന 1974 അപ്ഡേറ്റഡ് ഇൻ 2012. പിന്നോക്കം നിൽക്കുന്നവർക്ക് നമുക്ക് കൂടുതൽ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പോളിസി ഫ്രെയിംവർക്ക് ഇറ്റ്സ് എ നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ in from 1974 to 2013. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആക്ഷൻ പോളിസി അക്നോളജ്മെൻറ്റ് പ്രയോറിറ്റി കൊടുത്തത് കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന് തന്നെയാണ്. വെൽഫെയർമെൻറ്റ് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കെയർ, മൊത്തത്തിലൊരു ഹോൾസ്റ്റിക് ആയിട്ടുള്ള കെയർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് എംഫസിസ് ഓൺ ദ സ്പെഷ്യൽ പ്രോഗ്രാം ഫോർ ഡിസഡ്വാൻറ്റേജസ്. അതായത് പിന്നോക്കം നിൽക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ, തന്നെ SC ST ആൻഡ് പ്രിവെൻറ്റിങ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻസ്, കുഞ്ഞുങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പ്രയോറിറ്റി എന്ന് വെച്ചാൽ സർവൈവൽ റേറ്റ് കൂടുതലാണ്, ഹെൽത്ത് ന്യൂട്രീഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. സർവൈവൽ ഹെൽത്ത് ന്യൂട്രീഷൻ പ്രൊട്ടക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ. സർവൈവൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന് കുഞ്ഞുങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആൻഡ് സർവൈവൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ കനോട്ട് ടേക്കൺ അവേ ഫ്രം ദ ചൈൽഡ്. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരിക്കലും കുഞ്ഞിന് പാല് കൊടുക്കണ്ട എന്ന് പറയാൻ നോ വൺ ഹാവ് ദ റൈറ്റ്. ഇപ്പം ഡോക്ടേഴ്സ് ഡു ഹാവ്, അത് ചിലപ്പം എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം, അത് ഇറ്റ്സ് വേറെ. അല്ല വീട്ടുകാർക്കും നാട്ടുകാർക്കും നോ വൺ ഹാവ് ദ റൈറ്റ് ടു ഇപ്പോഴേ കൊടുക്കാവുള്ളൂ, 2 മണിക്കൂർ കഴിഞ്ഞ് കൊടുക്കാവുള്ളൂ. നോ വൺ ഹാവ് ദ റൈറ്റ്. ആൻഡ് സ്റ്റേറ്റ് സ്റ്റാൻഡ് കമ്മിറ്റഡ് ടു എൻഷ്യൂർ ഇക്വിറ്റബിൾ ആക്സസ് ടു ഓൾ. അതായത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എസെൻഷ്യൽ പ്രിവെൻറ്റീവ് പ്രൊമോട്ടീവ് ക്യൂറേറ്റീവ് റീഹാബിലിറ്റേറ്റീവ് കെയർ കൊടുക്കാനായിട്ട് നമ്മൾ കേപ്പബിൾ ആവുന്നു. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, എല്ലാ കുഞ്ഞുങ്ങൾക്കും നോളേജ് കിട്ടാനും മീൻസ് എഡ്യൂക്കേഷന് റൈറ്റ്സ് ഉണ്ട്. ദെൻ പ്രൊട്ടക്ഷന്, കുഞ്ഞുങ്ങളുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം. ആൻഡ് എല്ലാ സിറ്റുവേഷൻസിനും വൾണറബിലിറ്റി ടു റെഡ്യൂസ് ദ വൾണറബിലിറ്റി ഇൻ ഓൾ സിറ്റുവേഷൻ. കുഞ്ഞുങ്ങൾ വയലൻസിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും സുരക്ഷിതരാക്കണം. ദെൻ പാർട്ടിസിപ്പേഷൻ, കുഞ്ഞുങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ആൻഡ് ദ സ്റ്റേറ്റ് ഷാൽ പ്രൊമോട്ട് ഫോർ ദ സ്ട്രെങ്തനിങ് റെസ്പെക്ട് ഫോർ ദ വ്യൂ ഓഫ് ചൈൽഡ്. കുഞ്ഞിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാനും ആ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കാനും നാം അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ഗേൾസ് ചൈൽഡ് വിത്തിൻ ദ ഫാമിലി കമ്മ്യൂണിറ്റി. ഓൾസോ ദിസ് ഇൻക്രീസസ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റി ആൻഡ് മൈനർ ഗ്രൂപ്പ്. അതായത് ഇതിൻ്റെ കൂടെ തന്നെ മൈനറായിട്ടുള്ള ഗ്രൂപ്പുള്ളവർക്കും ഡിസബിലിറ്റി ആയിട്ടുള്ള മൈനർ ഗ്രൂപ്പ്സും ഡിസബിലിറ്റി അവർക്കൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അടുത്ത റിവ്യൂ ഓഫ് പോളിസിയാണ്. ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് റിവ്യൂ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ 5 years ഇൻ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് ചിൽഡ്രൻസും സ്റ്റേക്ക് ഹോൾഡേഴ്സും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ആൻഡ് ദർ ഇസ് ലെജിസ്ലേഷൻ റിലേറ്റഡ് ടു ചൈൽഡ് വെൽഫെയർ. അത് നമുക്ക് റിവ്യൂ ഓഫ് പോളിസി പഠിക്കാം. തൽക്കാലം ഇത് ജസ്റ്റ് നോട്ടിച്ച് നോക്കാം. പോളിസിയും ഫ്രെയിംവർക്കിൽ നാഷണൽ പോളിസി ആൻഡ് ലെജിസ്ലേഷൻ ഓഫ് ചൈൽഡ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ ആണ് പഠിച്ചത്. സോ കുഞ്ഞുങ്ങളുടെ നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്സസ് ആണ് എംഫസൈസ് ചെയ്യുന്നത്. SC ST അതുപോലെ മൈനറായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരുടെ സർവൈവൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷന് ദെൻ എഡ്യൂക്കേഷനും ഡെവലപ്മെൻറ്റിനും അവർക്കുള്ള പ്രൊട്ടക്ഷനും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പാർട്ടിസിപ്പേഷൻ. അപ്പം സർവൈവൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡെവലപ്മെൻറ്റ് ദെൻ പ്രൊട്ടക്റ്റ് ചെയ്യുക ആൻഡ് പാർട്ടിസിപ്പേഷൻ. ഇത്രയും പോയിൻ്റാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇന്ന് പഠിച്ചത് കൾച്ചറലും ആൻഡ് റിലീജിയസ് കൺസിഡറേഷൻ ഇൻ ചൈൽഡ് കെയർ പറഞ്ഞു. ആൻഡ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദ principles of pediatric nursing along with the national policies. Okay, so see you and stay tuned. Ta-ta.